ഇത് വെള്ളക്കാർ NPNS കാർഡാ. ഇവർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവരെ പോലുള്ള ആൾക്കാർക്ക് അരി കൊടുക്കാൻ പറ്റത്തില്ല. ഇവരെല്ലാം തിരിച്ചു പോവുക. തിരിച്ചു പോയി വേറെ ഏതെങ്കിലും കടകളിലുണ്ടോ ഇല്ലെന്ന് തിരക്കിയിട്ടൊക്കെ പിന്നെ വരത്തുള്ളൂ. വന്നാൽ പിന്നെ വന്നെന്ന് പറയാം. ഇതാണ് ഈ കടയിലെ ഏറ്റവും വലിയ അവസ്ഥ. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റേഷൻ കടകളുടെ സമരങ്ങളെല്ലാം നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനവുമായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മുള്ളംകുഴിയിലെ ഒരു റേഷൻ കടയിലാണ്. റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിച്ചിട്ടും സാധനങ്ങൾ ഇങ്ങോട്ട് എത്താത്തൊരു സാഹചര്യമാണ്. ഇത് കാരണം റേഷൻ ഉടമകളും അതുപോലെ തന്നെ ഇവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ്. എന്തായാലും നമുക്ക് ഇവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, സമരം തീർന്നു, എന്നിട്ടും എന്താണ് നമുക്ക് കടയിലൊരു അനക്കമൊന്നുമില്ല? കടയിൽ അനക്കം വരാത്ത വിതരണത്തിന് അരി വാതിൽപ്പടി വിതരണം. നമുക്ക് സമരം തീർന്ന് വെള്ളിയാഴ്ച തീർന്ന ഇതുവരെ നമുക്ക് അവർ സാധനം തരുന്നില്ല. നമുക്ക് സാധനം കിട്ടാത്തതുകൊണ്ട് ആൾക്കാർക്ക് കൊടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ മേടിക്കാനുണ്ട്. അവരെല്ലാം ഈ റേഷൻ മേടിക്കാൻ വരുമ്പോൾ ഇവിടെ സാധനം ഇല്ല. വലിയ പ്രശ്നമാണ്. കട മുഴുവൻ കാലിയായിട്ടിരിക്കും. 3, 4, 5 ചാക്ക് അരിയേ ഉള്ളൂ. ഇറക്കാത്തതാണോ അതോ നമ്മുടെ സമരം തീർന്നിട്ട്? ലോറിക്കാരുടെ സമരം 25 ദിവസം നീണ്ടുപോയി. 25 ദിവസമായിട്ട് ലോറിക്കാർ സാധനം ഇറക്കാത്തതുകൊണ്ട് നമുക്ക് പഴയ ഇരുന്ന സ്റ്റോക്ക് കൊടുത്ത് തീരുമാനം. ആ സ്റ്റോക്ക് തന്നെ തീർന്നിട്ട് ഒരാഴ്ചയോളമായി. ഒരാഴ്ചയായിട്ട് നമ്മൾ കടയിൽ തുറന്ന് വെറുതെ ഇരിക്കുക. ആളുകൾക്കൊക്കെ എന്താണ് ആൾക്കാരോട് പറയാം, നമ്മൾ ലോഡ് വരുമ്പോഴത്തേക്ക് തരാം. പിന്നെ അടുത്ത മാസം കുറച്ച് സമയം നീട്ടി കൊടുക്കുമായിരിക്കും സർക്കാർ. പക്ഷെ ആൾക്കാർ നടന്ന് വണ്ടി പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം നമുക്ക് പാകത്തെ 2 ടൈപ്പ് അരിയേ ഉള്ളൂ. ഒരു കുത്തരിയുണ്ട്, ഇനി കുറച്ച് ചാക്കരിയുണ്ട്. അത്രേ ഉള്ളൂ. വേറെ ഒരു സാധനവും ഇല്ല. ഇപ്പൊ ഞാൻ എടുത്തിട്ട് ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. ആദ്യമല്ല, നമ്മള് ഗോഡൌണിൽ വിളിച്ച് അവരോട് പറഞ്ഞ് ഇന്നപോലെ കടയിൽ അരിയില്ല. അവർക്ക് നമ്മള് സപ്ലൈ ഓഫീസിൽ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വാട്സപ്പിൽ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരാരും ഇതുവരെ ഒരു ഇതും കാണിക്കുന്നില്ല. ഒന്നുമില്ല. അവിടെ ഗോഡൌണിൽ വിളിച്ചപ്പോൾ അവരതിന് കൃത്യമായ മറുപടി തരുന്നില്ല. ഞങ്ങൾ ലിസ്റ്റ് നോക്കട്ടെ എന്നിട്ടൊക്കെ വിടാമെന്ന് അവർ പറയുന്നു. പിന്നെ നമ്മളിവിടെ രാവിലെ വണ്ടിക്ക് എണ്ണ അടിച്ച് ഇവിടെ വന്ന് രാവിലെ മോന് ഇവിടെ ഇരിക്കുമല്ലേ, ഒരു പ്രയോജനവും ഇല്ല.